അടിമയല്ല. ഫറവോന് ഞാൻ ഇനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കാനാൻ ദേശമേ, മനോഹരമായ കാനാൻ ദേശമേ, അതെനിക്കഴിയാത്തൊരവകാശമേ, അതെനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്ക് വേണ്ടി 80-ാം സങ്കീർത്തനം 8-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ മിസ്രൈമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. 400 വർഷത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ വാസത്തിന്, മിസ്രൈമിലെ വാസത്തിന് ശേഷം വിരാമം കുറിക്കുവാൻ കാരണം ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്കുകളാണ്. അതിനൊരു ദിവസം മുമ്പോ പിമ്പോ ദൈവം മാറ്റിവെക്കില്ല. എല്ലാം ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം ചെയ്യും എന്നുള്ളതിന് ഉദാഹരണമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ. യോസഫ് മിസ്രൈമിൽ മന്ത്രിയായിരുന്ന കാലയളവിൽ യാക്കോബിൻ്റെ സന്തതികൾക്ക് അല്ലലില്ലാതെ ജീവിച്ചു. യോസഫിൻ്റെ മരണശേഷം ഉണ്ടായിരുന്ന ഫറവോൻ ഇസ്രായേൽ ജനത്തിൻ്റെ വർധനവിൽ ആശങ്കയുണ്ടായി. ഉപദേഷ്ടാക്കന്മാരുടെ ആലോചന ചോദിച്ചപ്പോൾ അവരിലൂടെ ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് ഇസ്രായേൽ ജനം അടിമവേലയിലേക്ക് നിർബന്ധിതരായത്. മറ്റൊരു വശത്ത് ചിന്തിച്ചാൽ അതിന് ദൈവത്തിന് അബ്രഹാമിനുള്ള വാഗ്ദത്തം നിറവേറുകയും വേണം. എന്നാൽ 4-ാം തലമുറ എത്തിയപ്പോഴേക്കും ഇസ്രായേൽ ജനങ്ങൾ കനാനിലേക്ക് മടങ്ങിപ്പോവാൻ ഒന്നും തോന്നിയില്ല. മിസ്രൈമിൽ ജോലി ചെയ്താലും കുഴപ്പമില്ലാതെ മുന്നേറി. ഈ കാലഘട്ടത്തിലാണ് മോശയുടെ ജനനം. മാതാവായ യോക്കെബേദ് ഫറവോൻ്റെ കൽപ്പനകളെ വഹിക്കാതെ 4-ാം തലമുറയിൽ ജനിച്ച മോശയെ സൂക്ഷ്മമായി സൂക്ഷിച്ചു വളർത്തി. ഫറവോൻ്റെ കിരാതമായ കൽപ്പനകൾ മൂലം അനേക കുഞ്ഞുങ്ങൾ വാളിനിരയായി. അനേക കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ എറിയപ്പെട്ടു ജീവൻ പൊലിഞ്ഞു. മോശ ജനിച്ചപ്പോൾ അവനിൽ കണ്ട ദിവ്യത്വം മൂലം അമ്മ അവനെ ഒളിപ്പിച്ചു വളർത്തി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത പെരുകി. അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരെ രക്ഷിച്ചെടുക്കുവാൻ പദ്ധതിയിട്ടു. അവരുടെ രക്ഷകനായി ദൈവം മോശയെ തിരഞ്ഞെടുത്തു. 40 വർഷത്തെ കൊട്ടാര ജീവിതങ്ങൾക്ക് വിരാമമിട്ട് പ്രാണരക്ഷാർത്ഥം മിസ്രൈമിലേക്ക് ഓടിപ്പോയി. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം പരിപാലിച്ചു. യിത്രോവിൻ്റെ ഭവനത്തെ ദൈവം മുന്നമേ മോശയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചു. അവിടുത്തെ ജീവിതത്തിന് തുടക്കം കുറിച്ച് സിപ്പോറയെ ഭാര്യയായി ലഭിച്ചു. മോശയെ ഏൽപ്പിച്ച ദൗത്യത്തിൽ വിശ്വസ്തനായതിനാലാണ് ആ വിശ്വസ്ത ദൈവം മോശയെ വിശ്വസ്തനെന്ന് കണ്ട് ഹോരേബിൽ മോശയ്ക്ക് പ്രത്യക്ഷനായത്. ജനത്തിൻ്റെ രക്ഷകനായ ദൈവം മോശയെ മിസ്രൈമിലേക്ക് നിയോഗിച്ചയക്കുന്നു. ദൈവിക പ്രവൃത്തികൾ അവിടെ ശക്തമായി നടത്തി. മുന്തിരിവള്ളിയായ ഇസ്രായേലിനെ വാഗ്ദത്ത ഭൂമിയായ കനാനിലേക്ക് എത്തിക്കുവാൻ നായകനായി ദൈവം മോശയെ നിയോഗിച്ചു. ചെങ്കടലിലും യോർദാനിലും യെരിഹോ മതിലുകളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി. 40 വർഷം ദൈവം ജനത്തെ പരീക്ഷിച്ചു. ആയിരങ്ങൾ പതിനായിരങ്ങൾ പരീക്ഷയിൽ പരാജിതരായി മരുഭൂമിയിൽ പെട്ടുപോയി. യോശുവയുടെ നേതൃത്വത്തിൽ ദൈവം ജനത്തെ വാഗ്ദത്ത ഭൂമിയായ കനാനിൽ എത്തിച്ചു. ജാതികളോട് യുദ്ധം ചെയ്ത് ജനത്തിന് ദൈവം വാഗ്ദത്ത ഭൂമിയെ അവകാശമായി അളന്നുകൊടുത്തു. ദൈവം തടമെടുത്ത്, അതായത് ദൈവം ജനത്തെ ദേശത്ത് നട്ടു. അവർ അവിടെ വേരൂന്നി ദേശത്ത് പടർന്നു. അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിൻ്റെ കൊമ്പുകൾ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അതിൻ്റെ കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലുകളെ നദി വരെയും നീട്ടിയിരുന്നു. അന്നു മുതൽ വഴി പോകുന്നവർ അന്യരാജ്യക്കാർ ഈ രാജ്യത്തിൻ്റെ നേരെ ദൃഷ്ടി വച്ചിരുന്നു.
ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ അന്യജാതിക്കാരുടെ ഇടകലരുവാൻ ശ്രമിച്ചതുമൂലം ദൈവം സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ചിരുന്ന വേലി കെട്ടി ശത്രു കയറാതെയും ആയിരുന്നു വേലികളെ ജനങ്ങൾക്ക് പൊളിച്ച് ജാതികളോട് പ്രവേശിച്ചു. കാട്ടുപന്നികളെ ദൈവം നട്ടു വളർത്തിയ മുന്തിരിയെ മാന്തിക്കളഞ്ഞു, അതിനെ ചവിട്ടിക്കളഞ്ഞു. വയലിലെ മൃഗങ്ങൾ ദേശത്ത് തിന്നുകളഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ദൈവത്തിൻ്റെ സുരക്ഷിതത്തിലിരിക്കുന്ന നിങ്ങളെ സാത്താൻ പ്രലോഭിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളവാൻ തന്ത്രങ്ങളുമായി വരുമ്പോൾ സാത്താനോട് എതിർത്ത് നിൽപ്പാൻ വേണ്ട ആത്മബലം ധരിച്ചു കൊള്ളുവാൻ ദൈവമായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കുമാറാകട്ടെ. ഈ നാളുകളിൽ ദൈവം നമ്മുടെ അയോഗ്യതകളെ ഒന്നും കണക്കിടാതെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് അവൻ്റെ മക്കളും അവകാശികളുമായി വാഗ്ദത്തങ്ങളും അവകാശങ്ങളും നമുക്ക് നൽകി തന്നിരിക്കുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ തുടങ്ങുന്ന ശത്രുക്കൾ അത് കണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അതിലൊന്നും അകപ്പെട്ടു പോകാൻ ഇടയാകാതെ ദൈവിക വാഗ്ദത്തത്തിൽ ഉറച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങണം. സർവ്വശക്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുമാറാകട്ടെ. ദൈവം നട്ടതിനെ പരിപാലിപ്പാൻ ദൈവമാണ് ഉത്തരവാദി. ആകയാൽ ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.